പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കാൻ, പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് കൂടെ ചേർന്ന് ആഗ്രഹിക്കാവോ? എല്ലാവരും നിന്നെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ, എല്ലാവരും നിന്നിൽ നിന്ന് അകന്നു മാറുമ്പോൾ, നിന്റെ ബലഹീനത കണ്ടിട്ടും നിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന, നിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവേ, ഇന്നെൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ഒന്ന് കൈ താങ്ങണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇന്ന് ഇതിൻ്റെ അകത്ത് ചിലതിനെ പരിശുദ്ധാത്മാവ് ചേർത്ത് പിടിക്കാൻ പോകുന്നു. ഒത്തിരി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന, എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാൻ പറ്റാതെ തകർന്നിരിക്കുന്ന നിന്നോടുള്ള ദൈവശബ്ദമാണ്, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും. പരിശുദ്ധാത്മാവ് ചിലതിനെ ചേർത്ത് പിടിക്കുന്ന ഒരു പകൽ. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരിക്കുന്നത് അനുഭവിക്കുന്ന ഒരു പകൽ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു പകൽ. ചിലതിനെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പകൽ. ദൂതുകളും പ്രവചന ശബ്ദങ്ങളും സൗഖ്യങ്ങളും ഇതെല്ലാം ഉണ്ട്. പക്ഷേ നീ പ്രതിസന്ധിയിലോ പ്രതികൂലങ്ങളിലോ ശോധനയിലോ വേദനയിലോ വരുമ്പോൾ ഇതൊന്നും സഹായിക്കത്തില്ല. അവിടെ ആവശ്യം പരിശുദ്ധാത്മാവിനെയാണ്. പ്രവചനം വേണം, ദൂതുകൾ വേണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പരിശുദ്ധാത്മാവാണ്. നിന്റെ ബലഹീനതയെ കൈത്താങ്ങുന്ന പരിശുദ്ധാത്മാവ്, നിന്നെ ബുദ്ധി ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവ്, ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവെ എന്നെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞ് ഒരപ്പനെ പോലെ, ഒരമ്മയെ പോലെ, ഒരു സ്നേഹിതനെ പോലെ, ഒരു സ്നേഹിതയെ പോലെ നിന്നെ ചേർത്ത് പിടിക്കുന്ന, ഞാൻ ഉണ്ട് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ്. മനുഷ്യർക്കെല്ലാം ലിമിറ്റുണ്ട്. ദൈവദാസന്മാർക്ക് ലിമിറ്റുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നതിനും നിങ്ങളോട് സംസാരിക്കുന്നതിനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെല്ലാം ലിമിറ്റുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന് ലിമിറ്റില്ല. അവൻ എപ്പോഴും നിന്റെ കൂടെ, നിന്റെ കൂടെ, നിന്റെ കൂടെ എപ്പോഴും എപ്പോഴും. നീ ഉറങ്ങുമ്പോൾ, നീ കരയുമ്പോൾ, നീ സന്തോഷിക്കുമ്പോൾ, നീ പിണങ്ങുമ്പോൾ, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്റെ കൂടെ. പലരും നിന്റെ സമ്പന്നത നോക്കി, പലരും നിന്റെ സൗന്ദര്യവും ആരോഗ്യവും നോക്കി നിൽക്കുമ്പോൾ ഇതൊന്നും നോക്കാതെ, ഇതൊന്നും ഒരു വിഷയമല്ല. നിന്റെ സമ്പത്തോ നിന്റെ സൗന്ദര്യമോ നിന്റെ ആരോഗ്യമോ ഒന്നും അവന് വിഷയമല്ല. നീയാണ് അവന് വിഷയം. പരിശുദ്ധാത്മാവ്, ഇനി അങ്ങേ വിട്ട് ഞാൻ പോകത്തില്ല. പരിശുദ്ധാത്മാവ്, എനിക്ക് നിന്നെ അറിയത്തില്ലായിരുന്നു, എനിക്ക് നിന്നെ വേണം. ഇങ്ങനെ കൂടെ നടക്കുന്ന ആളാവും. അതെ, നിന്നെ എടുക്കേണ്ട വന്നാൽ എടുക്കുന്ന പരിശുദ്ധാത്മാവ്. ഞങ്ങൾ എടുക്കും. ഏലിയാവിനെ എടുത്ത ഒരു ആത്മാവുണ്ട്, ഫിലിപ്പോസിനെ എടുത്തൊരു പരിശുദ്ധാത്മാവുണ്ട്. ഏലീശയെ നടത്തിയൊരു പരിശുദ്ധാത്മാവുണ്ട്. അത് നിന്നെ നടത്തും. നിന്റെ സാഹചര്യങ്ങൾ അവന് വിഷയമല്ല.
നീ ഏതു വലിയ സാഹചര്യങ്ങളുടെ അകത്ത് കുരുങ്ങിക്കിടക്കുന്നവളാണെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് കുരുക്ക് പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നല്ല പരിശുദ്ധാത്മാവിനെ ഈ പകൽ നീ സ്വീകരിക്കാൻ തയ്യാറാകുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഈ പകൽ ഇതിനകത്ത് സംഭവിക്കണേ. പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവേ കാവൽ വേണം. പരിശുദ്ധാത്മാവേ കൂടെ വേണം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവേ കാവൽ വേണം. പരിശുദ്ധാത്മാവേ കൂടെ വേണം. നീ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ സമ്പത്തിനേക്കാൾ ജോലിയേക്കാൾ പരിശുദ്ധാത്മാവിനെ നീ ചോദിക്കാൻ പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവേ കാവൽ വേണം. പരിശുദ്ധാത്മാവേ കൂടെ വേണം. പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവേ കാവൽ വേണം. പരിശുദ്ധാത്മാവേ കൂടെ വേണം. പരിശുദ്ധാത്മാവേ അസാധാരണമായ ടേണിങ്ങുകൾ ഈ പകൽ സംഭവിക്കും. അതിനേറ്റവും ഇമ്പോർട്ടൻ്റ് പരിശുദ്ധാത്മാവാണ്. സാധാരണമായ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറായി. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് പരിശുദ്ധാത്മാവാണ്. എന്നെ ഓരോ സെക്കൻഡിലും എന്നെ നടത്തുന്ന, എന്നെ ഉപയോഗിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നിനക്ക് പ്രവാചിക്കാൻ പറ്റും, നിന്നെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും. പക്ഷെ അവൻ്റെ കൂടെ നടക്കാൻ ഒരു ദിവസം പരിശുദ്ധാത്മാവ് സംസാരിച്ചില്ലെങ്കിൽ സങ്കടം വരുമോ? വരണം. അവന ദൈവപൈതൽ. ഞാനിപ്പോൾ ഒരു പ്രവചന ശബ്ദം ഞാൻ കൈമാറും, നിങ്ങളത് സ്വീകരിക്കും, ആമേൻ പറയും, നിങ്ങൾ വീട്ടിൽ പോകും. പക്ഷേ ആ പ്രവചന ശബ്ദം ചില സമയങ്ങളിൽ നമ്മൾ സഹായിക്കണമെന്നില്ല. ഉണ്ടോ? ഇല്ല. നിന്റെ റൂമിൽ നീ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന സമയത്ത് നിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന, ഞാൻ ഉണ്ട് മോളെ എന്ന് പറയുന്ന, ഞാൻ ഉണ്ടട മോൻ എന്ന് പറയുന്ന ഒരു നല്ല അപ്പയുണ്ട്. ഉറങ്ങാത്ത രാത്രികൾ, എത്ര തിരിഞ്ഞും മറഞ്ഞും കിടന്നിട്ട് ഉറങ്ങാത്ത രാത്രികൾ,
ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു സഹോദരിയുടെ കാര്യമാണ്. ജീവിതത്തിലേറ്റ മുറിവുകൾ നിമിത്തം, നിന്ദകൾ നിമിത്തം, പരാജയങ്ങൾ നിമിത്തം ജീവിതം മടുത്തെന്ന് പറഞ്ഞു നിൽക്കുന്നു. നിന്നോടുള്ള പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. നിന്റെ അപ്പായിക്കൊരു ലിമിറ്റുണ്ട്, അമ്മയ്ക്കൊരു ലിമിറ്റുണ്ട്. പക്ഷേ നിന്റെ അടുക്കൽ നീ തകർന്നിരിക്കുമ്പോൾ നിന്റെ റൂമിൻ്റെ അകത്ത് കയറി വന്ന് നിന്നോട് സംസാരിക്കുന്നവർ അത് ഹോളി സ്പിരിറ്റാണ്, അത് പരിശുദ്ധാത്മാവാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. പരിശുദ്ധാത്മാവില്ലാതെ നീ പോയാൽ തകരും. ഞാൻ പ്രസംഗിക്കാൻ വന്നത് ഇതല്ല, പക്ഷെ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ ഇടപെടുന്നു. തകർന്നു വന്ന് കയറിയിരിക്കുന്ന ചില ഇതിനകത്തുണ്ട്. ഇതെല്ലാവരോടുമുള്ള ശബ്ദമല്ല, തകർന്നു വന്ന് കയറിയിരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന കാര്യം പരിശുദ്ധാത്മാവാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. യേശു പറഞ്ഞ പദമാണ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നിങ്ങൾ അനാഥരാണ്. അപ്പനുണ്ടെങ്കിലും അമ്മയുണ്ടെങ്കിലും ഹസ്ബൻഡ് ഉണ്ടെങ്കിലും ഭാര്യ ഉണ്ടെങ്കിലും തലമുറയുണ്ടെങ്കിലും എന്തൊക്കെയോ അനാഥത്വം ഫീൽ ചെയ്യുന്ന ചിലതാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് പോകാൻ തയ്യാറാകാമോ? സീറോയിൽ നിന്ന് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് പരിശുദ്ധാത്മാവുള്ളത് കൊണ്ടാണ്. നീ പറയുന്നത് നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല, നിന്നെ ആരും കാണുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല പാസ്റ്റർ. ഞാൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല പാസ്റ്റർ. നിന്നെ ഉൾക്കൊള്ളുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ അറിയുന്ന പരിശുദ്ധാത്മാവ്. അവന് നിന്റെ ബാഗിന്റെ അകത്തിരിക്കുന്ന പാസ്പോർട്ട് അറിയാം. അവന് നിനക്ക് തുറക്കാതിരിക്കുന്ന ജോബിന്റെ ഡോർ അവനറിയാം. ഏതു വിഷയത്തിന്റെ അകത്താണോ നീ കരയുന്നെന്നുള്ളത് അവന് നല്ലവണ്ണം അറിയാം. പ്രവചനം വേണോ പരിശുദ്ധാത്മാവ് വേണോ? സഭേ, പ്രവചനം വേണോ പരിശുദ്ധാത്മാവിന് വേണോ? പ്രവചനം ഒരെണ്ണം കിട്ടത്തുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവാണെങ്കിലോ എനി ടൈം പ്രവചിച്ചുകൊണ്ടിരിക്കും. എനി ടൈം നിന്നോട് പ്രവചിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ ഏതാ വേണ്ടേ? എനി ടൈം നിന്നോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വേണോ പ്രവചനം വേണോ? നിനക്ക് പരിശുദ്ധാത്മാവില്ലെങ്കിൽ നീ തകർന്നു. പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ് നിനക്ക് മുന്നേറാൻ പറ്റാത്തത്. ഞാൻ മുൻപേ പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ നിന്നോടാണ്. കർത്താവിൻ്റെ വലിയ ഫേവർ നിന്റെ കൂടെയുണ്ട്.
ഇതിൻ്റെ അകത്ത് ഞാൻ വന്നത് നിനക്ക് വേണ്ടിയാണ്. ജീസസ്, നിന്റെ ചരിത്രം ഇന്നുകൊണ്ട് തിരിയും. ഒരു പ്രവാചകന് ചിലതിൻ്റെ ചരിത്രം തിരിക്കാൻ പറ്റും. നിന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലേ? നിന്നെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ? കാരണം നിന്റെ മേലുള്ള അനോയിന്റിങ് ആണ്. നിന്റെ മേലുള്ള അഭിഷേകം അത്ര വലുതാണ്. അടുത്ത മാസം ജൂലൈ 23 നിനക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയ ദിവസം. പറയുന്ന ശബ്ദത്തിന് മാറ്റം ഉണ്ടാകത്തില്ല. ഒത്തിരി ചോദ്യങ്ങൾ ഇറങ്ങാൻ നേരത്തെ ചോദിച്ചു. ഇന്ന് എന്നോടൊന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, കുഞ്ഞ് ഞാൻ കൊണ്ടുപോക്കോളാം. പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. 1-ാം കാവല് വിഷയമല്ല, 2-ാം കാവല് വിഷയമല്ല. ഇത് ബൈബിളിൽ വായിക്കുന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ. ആമേൻ. പരിശുദ്ധാത്മാവ് പ്രത്യേകതയുണ്ട്. എവിടെ? 1-ാം കാവല് വിഷയമല്ല, 2-ാം കാവല് വിഷയമല്ല, പിന്നെ ഏതാ വിഷയം? ഇരുമ്പുവാതല്ലോ, അതും വിഷയമല്ല. ആമേൻ. പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന വ്യക്തികളുടെ മുമ്പിലെ ഏത് ഇരുമ്പ് ഡോറുകളും തനിയെ 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 അത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. ജീസസ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ തടസ്സം അവന് വിഷയമല്ല. നിനക്ക് പലപ്പോഴും വിഷയമായിരുന്ന തടസ്സം അഭിഷേകം നിന്റെ മേൽ ഇറങ്ങിയാൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ചലിച്ചാൽ അത് നിനക്കൊരു വിഷയമല്ല. നിന്റെ വിഷയം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് വില കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിന്നെ വിലയുള്ളതാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവ്. ഇപ്പൊ നീ 0 ആയിരിക്കാം, പക്ഷെ ഏറ്റവും മൂല്യമുള്ള പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ഏറ്റവും മൂല്യമുള്ളവനായി നിന്നെ ആത്മാവ് കൊണ്ടുപോകുമെന്ന്. പരിശുദ്ധാത്മാവിന്റെ നിറവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ദൈവശബ്ദം കേട്ടിറങ്ങിയ ഫിലിപ്പോസ്, അവന്റെ കൂടെ ആരുമില്ല, അവന് സഹായം ആരുമില്ല. ദൈവശബ്ദത്തിന് ഇറങ്ങി തിരിച്ചവൻ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടവൻ. അവൻ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോ ഷണ്ണൻ കേറിപ്പോയി. പക്ഷെ ഫിലിപ്പോസിന് പോകാൻ വലിയ വാഹനമൊന്നുമില്ല. ഫിലിപ്പോസ് സെറ്റപ്പ് ആളാ, തേരുണ്ട്, തേരാളിയുണ്ട്. പക്ഷേ ഫിലിപ്പോസിന് ആരുമില്ല. പക്ഷെ ദൈവാത്മാവുള്ള മനുഷ്യനായതുകൊണ്ട്, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടവനായതുകൊണ്ട്, ആത്മാവ് അവനെ ഒറ്റയ്ക്ക് വെള്ളക്കുഴിയിൽ ഇട്ടിട്ട് പോയെന്നല്ല, അവൻ ആത്മാവ് അവനെ എടുത്തുകൊണ്ട്, നിനക്ക് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നെ എടുത്തുകൊണ്ട് ലിഫ്റ്റ് ചെയ്യുന്ന
എടുത്തു പറപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്. യേശുവിന്റെ നാമത്തിൽ നിനക്ക് ചിന്തിക്കാനോ വിശ്വസിക്കാനോ പറ്റുന്നതിന്റെ അപ്പുറത്ത്, നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത്. ഫിലിപ്പോസ് സ്വപ്നത്തിൽ ചിന്തിച്ചതല്ല ഇങ്ങനെ പറക്കുമെന്ന്. അവന്റെ ചിന്ത മുഴുവൻ ഇത് നേരത്തെ ഈ ദൂത് കിട്ടിയായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു പുള്ളി ഇതിലെ പോകുമെന്നും അവനോട് സുവിശേഷം പറയാനാണെന്നും അവൻ സ്നാനപ്പെടുമെന്നും അതും കൂടെ ദൈവാത്മാവ് അങ്ങ് പറഞ്ഞായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നോ? എന്തായാലും ഞാൻ ഒരു ഡ്രസ്സും കൂടെ എടുത്തേ. ഇതൊന്നും പറയാതെ എന്തോന്ന് ആത്മാവ്, എന്തോന്ന് പരിശുദ്ധാത്മാവ് ഇത്. ഒരു ഇച്ചിരി പറഞ്ഞിട്ട് പിന്നെ സൈലന്റാ. മര്യാദയ്ക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഒരു ജോഡി ഡ്രസ്സും കൂടെ എടുത്തേ. നീ എടുക്കുമെന്നറിയാം. ഹലോ, നീ ഒന്നല്ല 9 ജോഡി എടുക്കുമെന്നറിയാം. നമുക്കിപ്പം ഏത് തേക്ക് ഏത് ഇടുന്നല്ല വിഷയം. ഇതൊന്നും വേണ്ട, നീ എടുക്കും. എടുക്കണ്ട, ഞാൻ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ. നീ പരിധി വച്ച് ചിന്തിക്കുന്നവനല്ലേ, പരിധിക്കപ്പുറം ചെയ്യാൻ കഴിയുന്നവൻ. ഓ, നീ മനുഷ്യന്റെ പരിധി വെച്ച് ചിന്തിക്കുമ്പോ പരിധിക്കപ്പുറം ചെയ്യാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ആ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഞാനാണെ പറഞ്ഞേ, ഒരു വക പണി കാണിക്കരുത്. കുറച്ചെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഈ നനഞ്ഞ വേഷത്തിൽ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ പോകണം. ഇല്ല, ഞാൻ പറഞ്ഞിട്ടാ നീ ഇറങ്ങിയെങ്കിൽ, ഞാൻ പറഞ്ഞ എന്റെ ശബ്ദം കേട്ടാ നീ ഇറങ്ങിയെങ്കിൽ, നീ നനഞ്ഞു കുളിച്ച് നിൽക്കാൻ ഞാൻ അനുവദിക്കുന്ന ദൈവമല്ല. ദൈവ ശബ്ദം കേട്ടിറങ്ങിയ പ്രിയരെ, നീ ചില വിഷയങ്ങളുടെ അകത്ത് നനഞ്ഞു കുളിച്ച് നിൽക്കാൻ അവൻ അനുവദിക്കത്തില്ല. നിനക്ക് നോക്കിയ ഫിലിപ്പോസിന് ചിന്തിക്കാൻ പോലും സമയം കൊടുത്തില്ല. ചിന്തിക്കാൻ പോലും. അതിന്റെ ഇപ്പുറം പരിശുദ്ധാത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. അവൻ സ്വപ്നത്തിൽ ചിന്തിച്ചതല്ല. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തത് ദൈവാത്മാവ് ചിലതിനു വേണ്ടി ചെയ്യാൻ പോകുന്നു. ചില കുടുംബത്തിലേക്ക് വിളിക്കാതെ തന്നെ കയറിച്ചില്ല. വിളിക്കാതെ തന്നെ പത്രോസ് വിളിച്ചില്ല. പത്രോസ് വിളിക്കണ്ട, ഉറക്കോ. പത്രോസ് വലിയ വിധാനം ഇവിടെ കടന്നിട്ട് വരേക്ക് തീർന്നേക്കാം, ഇനി എന്തിനാ വെറുതെ. എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ടില്ല പത്രോസേ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു എല്ലാം കഴിഞ്ഞെന്ന്? എല്ലാം കഴിഞ്ഞുവെന്ന് പറയുന്ന പത്രോസുമാരോട് ഞാൻ പറയുന്നു, കഴിഞ്ഞിട്ടില്ല. നിനക്ക് എഴുതാനുള്ള ലേഖനം, നിനക്ക് ചെയ്യാനുള്ള ശുശ്രൂഷ ഇനിയും പെൻഡിങ്ങിലാണ്. ശുശ്രൂഷ തീർന്നുവെന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞുവെന്ന് പറഞ്ഞിരിക്കുന്ന പത്രോസുമാരോട് ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ കൈമാറുന്ന ദൈവശബ്ദം, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല.
നിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. നീ എഴുതേണ്ട ലേഖനങ്ങൾ സ്വർഗ്ഗം അവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. നിന്നെ ഒരു കാരാഗ്രഹം കൊണ്ട് ഒതുക്കാൻ കഴിയത്തില്ല. ആമേൻ. നിന്നെ അതിനകത്ത് പൂട്ടാൻ നിൽക്കുന്ന ശക്തികളെ അകത്തു നിന്നും നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഏതൊക്കെ വാതിൽ നിനക്ക് ക്രോസ് ചെയ്യണോ ആ വാതിലിനെ ക്രോസ് ഓവർ ചെയ്ത് കയറുന്ന അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേലവൻ പകരുന്നു. ഓ റമ തസ്ബിറിലോ റഗതീസിയം ധന റബല സ്വാതൽ ഗവനഗഡഗസിയ. പല ശക്തികൾ പൂട്ടിയ ഡോറുകളാണ്. പക്ഷേ ഒറ്റ വ്യക്തി, ഒറ്റ ശക്തി മതി. ഇത് ഓപ്പണാണ്. ആമേൻ. ഒന്ന്, ദൈവിക പദ്ധതിയുടെ അകത്ത് നിൽക്കണം. ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് നിൽക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവോട് ചേർന്ന് നിൽക്കണം. അങ്ങനെയെങ്കിൽ തട്ടി ഉണർത്തേണ്ട സമയത്ത് നീ ഉറങ്ങിയാലും സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം. നീ ഇരുന്നുറങ്ങിയാലും കിടന്നുറങ്ങിയാലും ദൈവീക ഭക്തരുടെ അകത്താണെങ്കിൽ നീ അപ്പൻ്റെ മടിയിലാണ്. നീ സുരക്ഷിതനാണ്. ഒന്നിനും കാരാഗ്രഹത്തിൽ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ചങ്ങലയ്ക്ക് നിന്നെ പൂട്ടാൻ പറ്റത്തില്ല. വിലുകൾക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. അതിന്റെ അകത്തുനിന്ന് പൂട്ട് തകർത്ത്, അതിന്റെ അകത്ത് നിയമ കുരുക്കുകളെ പൊട്ടിച്ച് നിന്നെ അതിന്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന, കാവലുകളെ തകർത്ത് പുറത്തു കൊണ്ടുവരുന്ന, ബന്ധനങ്ങളെ തകർത്ത് പുറത്തു കൊണ്ടുവരുന്ന സ്വർഗ്ഗത്തിന്റെ കാവൽക്കാർ. ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഇന്ന് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഞാൻ ശബ്ദം കൈമാറുന്നു. നാളുകളിൽ ഇത് നിങ്ങൾ കാണാൻ പോവുക. നിങ്ങൾ പുറത്തു വരുന്നത്, നിങ്ങളുടെ തലമുറ പുറത്തു വരുന്നത്, നിന്റെ ജീവിത പങ്കാളി പുറത്തു വരുന്നത്, അവർ ആത്മാവിൽ എഴുന്നേൽക്കുന്നത്, അവർ ആത്മാവിൽ സഞ്ചരിക്കുന്നത്, അവർ ആത്മാവിൽ കുതിക്കുന്നത്, പരിശുദ്ധാത്മാവ് അവരെ ലിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണാൻ പോകുന്നു. ഒക്ടോബർ മാസത്തിന്റെ ഉള്ളിൽ ഇത് നിങ്ങൾ കാണാൻ പോകുന്നു. വിശ്വസിച്ച ആമേൻ പറയും. സ്വീകരിക്കുന്നവന്റെ വീട്ടിൽ, സ്വീകരിക്കുന്നവന്റെ തലമുറയിൽ, സ്വീകരിക്കുന്നവന്റെ ജീവിത പങ്കാളിയിൽ ഇത് നിങ്ങൾ കാണാൻ പോകുന്നു. I prophesy. Yes. Amen. Hallelujah. കർത്താവിനോട് ചേർന്ന് നടന്നോണം. നഷ്ടപ്പെട്ട പേപ്പറിനെ അവൻ തിരിച്ചു തരും. വെറും വൈറ്റ് പേപ്പറിൽ സർട്ടിഫിക്കറ്റ് വരും. ഒരു വ്യക്തിയുടെ ഫുൾ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി. ആകെ ഏതോ നേഴ്സിംഗിന്റെ മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, സഹോദരി, വെറും വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം പ്രിന്റ് ചെയ്യപ്പെടും. അവരുടെ ഫയലിൽ അത് കയറും. എൻ്റെ വൈഫിന് ഇരിപ്പുണ്ട്. രണ്ടാമത്തെ മാസം എന്ന് പറഞ്ഞു, പക്ഷേ ആ ഫയലില്ലാത്ത എല്ലാ പേപ്പറും ഉണ്ട്. ആകാശത്തെ അടയ്ക്കാൻ കഴിയുമെങ്കിൽ, മഴയെ പെയ്യിപ്പിക്കാൻ കഴിയുമെങ്കിൽ, സൂര്യനോട് അവിടെ നീക്കാൻ പറയാൻ പറ്റുമെങ്കിൽ, ചന്ദ്രനോട് കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ, കടലിനോട് രണ്ടാകണമെന്ന് പറയാൻ പറ്റുമെങ്കിൽ, യോർദാനോട് നിലയ്ക്കാൻ പറയാൻ പറ്റുമെങ്കിൽ, അന്ന് പ്രവർത്തിച്ച അതേ ആത്മാവ്
നിന്റെ കൂടെ ഇപ്പോൾ ഇരിക്കുകയാണ്. എന്ത് തൻ്റെ ചെങ്കടൽ മുമ്പിൽ പോയിട്ട് രണ്ടാകാൻ പറയും. ഉപ്പാപ്പം വല്ല രണ്ടാക്കിയായിരുന്നോ? ഇല്ല. ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണുമൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞു, നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എത്ര ചെങ്കടലാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അത് രണ്ടാവാൻ കൽപ്പിച്ചാൽ അത് രണ്ടായിരിക്കും. പ്രകൃതിയുടെ മേൽ നിനക്ക് അധികാരമുണ്ടോ? ഉണ്ടെന്ന്. ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ പറയുന്നു, അധികാരം നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ വിശ്വസിക്കാനും കൽപ്പിക്കാനും തയ്യാറാകണം. ഒരു മിനിറ്റ് നേരം എഴുന്നേറ്റ്. പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് ഇതിന് കൊടുക്കാൻ പറ്റുമോ? എന്നാൽ നീ ഒരു അത്ഭുതമായി മാറും. പരിശുദ്ധാത്മാവ് വിഷയങ്ങളുടെ മേൽ നിന്നെ എടുത്തുകൊണ്ടു പോകും. ഒരു നിമിഷം കണ്ണടച്ച്, കർത്താവേ, ആ അഭിഷേകത്തെ എന്റെ മേൽ പകരണമെന്ന് പറഞ്ഞേ. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത വിഷയത്തിൽ ഇവരെ എടുത്തുകൊണ്ടു പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ നിറവ്, ഇവരെ ചേർത്തു പിടിക്കുന്ന, ഇവരെ എടുക്കുന്ന, ഇവരുടെ കൂടെ ഇരിക്കുന്ന, ഇവരെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ ആവസിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയെ സ്വീകരിക്കുക, സ്വീകരിക്കുക. ഞാൻ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. എനിക്ക് തന്നെ പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗിൽ നിന്ന് ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ മേൽ അനുഗ്രഹങ്ങൾ വരട്ടെ. ഇവർ വിടുവിക്കപ്പെടട്ടെ, ഇവർ സ്വതന്ത്രരാകട്ടെ, ഇവർ സൗഖ്യമാകട്ടെ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോക്കായി നിൽക്കുന്ന വ്യക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അൺലോക്ക് ചെയ്യാൻ പരിശുദ്ധാത്മാവിന്റെ മേൽ പരിവർത്തിക്കുന്നതിനായി അത്ഭുതങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ചാണ്. പരിശുദ്ധാത്മാ കേൾപ്പിച്ച ദൂതുകളെ, ആലോചനകളെ വ്യക്തിപരമായിട്ട് അതിനെ റിസീവ് ചെയ്ത് പ്രാർത്ഥിച്ചാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് ഈ ദൂതിനെ ദൈവം സാക്ഷ്യപ്പെടുത്തട്ടെ. യോഹന്നാൻ പത്മോസിൽ കിടന്ന് പറഞ്ഞ പോലെ എന്നെ വിളിച്ച് ഉയരത്തിലേക്ക് കയറ്റി സംഭവിപ്പാനുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നു എന്നറിയിച്ചതുപോലെ അഭിഷിക്തൻ കൈമാറിയ ഓരോ ദൂതും, ഓരോ ആലോചനയും അത് നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ സംഭവിക്കാൻ, ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ച വിഷയത്തിനോ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വിഷയത്തിൻ്റെ മേലോ ആയിരിക്കില്ല ദൈവം ഇടപെട്ടത്. പ്രവാചക അഭിഷേകം അങ്ങനെയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയല്ല, നിങ്ങളുടെ ഭാവിയോടാണ് പ്രവാചകന്മാർ പ്രവചിക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്തത്, നനയ്ക്കാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. എല്ലാവരും കൈകൾ ഉയർത്തി 1-2 മിനിറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ.
പരിശുദ്ധ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനം ശിഖ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സർവലോകനാഥനം മശിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.